ഓസ്ട്രേലിയ നാണം കെട്ട് തോറ്റിരിക്കുകയാണ്. കളിക്ക് മുൻപ് ഓസീസിന് വലിയ അഹങ്കാരമായിരുന്നു. ഇന്ത്യൻ ടീമിനെ ഈസി ആയിട്ട് പരാജയപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓസീസ് തന്നെ നാണം കെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്ന് ഇന്ത്യയുമായിട്ട് സെമിയിൽ തോറ്റ ശേഷം ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓസ്ട്രേലിയക്ക് ഇന്ത്യൻ ടീമിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കോഹ്ലി മികച്ച കളി കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിന് വിജയം സമ്മാനിച്ചു. ഇന്ന് കളി തോറ്റ ശേഷം സ്മിത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും ബാറ്റിംഗിലാണ് അടിപതറിയത്. കുറച്ചും കൂടി റൺസ് ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. 300+ റൺസ് ഇല്ലാതെ ഇന്ത്യക്കെതിരെ ജയിക്കാൻ സാധിക്കില്ല. ദുബായ് പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യൻ ടീമിന് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ കളി ജയിക്കുന്നത്. ഇതൊരു തോൽവിയായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായതിൽ നിരാശയുണ്ട്. എങ്കിലും ഞങ്ങൾ അടുത്ത ടൂർണമെന്റുകളിൽ മികച്ച കളി പുറത്തെടുക്കും. ഇന്ത്യയുടെ ബൗളിംഗാണ് ഞങ്ങൾക്ക് പണിയായത്. അവരുടെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യൻ ടീമിനെ ഞങ്ങൾ ചെറുതായിട്ട് കണ്ടു. അതാണ് ഞങ്ങൾക്ക് പണിയായത്. കുറച്ചും കൂടി ശ്രദ്ധിച്ചു കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എങ്കിലും ഞങ്ങൾ സെമി വരെ എത്തിയതിൽ സന്തോഷിക്കുന്നു. ഫൈനലിൽ കപ്പ് നേടുന്ന ടീമിനെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് സ്മിത്ത് വ്യക്തമാക്കി. അവർക്ക് കിട്ടാത്ത കപ്പ് ഇന്ത്യക്കും കിട്ടാൻ പാടില്ലെന്നാണ് ഓസീസിന്. അവരിനി ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇതുപോലെ നാണംകെട്ട് തോൽക്കുമെന്ന് ഓസ്ട്രേലിയ കരുതിയില്ല. ഇന്ത്യയുടെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. 264 റൺസിൽ ഓസീസിനെ ഇന്ത്യ ഓൾ ഔട്ടാക്കി. പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ കോഹ്ലി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ കളി ജയിച്ചത്. ആരൗട്ടായാലും കോഹ്ലി ഒരു ഭാഗത്ത് ശക്തമായിട്ട് ഉറച്ചു നിന്നു. പാകിസ്ഥാനെതിരെയും കോഹ്ലി ഇതേ കളി ആവർത്തിച്ചിരുന്നു. ഇനി ഫൈനലിലും കോഹ്ലി ഇതുപോലെ കളിച്ചാൽ ഇന്ത്യക്ക് ഉറപ്പായിട്ടും കപ്പ് കിട്ടും. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ നേടുമെന്ന് തന്നെ കരുതാം. അപ്പോൾ നമുക്കിനി ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.